നമ്മൾ പലപ്പോഴും പറയും നാളെ മുതൽ ഡിസിപ്ലിനായി ജീവിക്കുമെന്ന്. പക്ഷേ നാളെയും അതേ അലസത, അതേ പ്രോക്രാസ്റ്റിനേഷൻ. ഡിസിപ്ലിൻ എന്നത് ടാലൻ്റ് അല്ല, അത് ഡെയിലി പ്രാക്ടീസാണ്. ഇന്ന് ഈ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ ഫെയിൽ ആകുന്നത് എന്തുകൊണ്ടാണ്, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാനുള്ള ആദ്യ നിയമങ്ങളൊക്കെ എന്താണ്, അതുപോലെ മോർണിംഗ് റൊട്ടീൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ലേസിനെസ്സും അതുപോലെ തന്നെ പ്രൊക്രാസ്റ്റിനേഷനൊക്കെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം, പിന്നെ സെൽഫ് റെസ്പെക്റ്റ്, അതുപോലെ തന്നെ ഡിസിപ്ലിൻ ബ്രേക്ക് ആയാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു 7 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണണം കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് മഞ്ജു. റെയിൻബോ വേൾഡ് എന്നീ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത് സെൽഫ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചുള്ളൊക്കെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോളൂ. നിങ്ങൾക്കുള്ള വീഡിയോസ് ഇതുപോലെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, എന്താണ് ഡിസിപ്ലിൻ? ഡിസിപ്ലിൻ എന്നത് കഠിനമായ ഒരു ജീവിതമൊന്നുമല്ല. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ഡിസിപ്ലിൻ എന്നാൽ നമ്മുടെ ഭാവിക്കായിട്ട് നമ്മൾ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് അതെല്ലാം എടുക്കുക. അതുപോലെ മൂഡില്ലെങ്കിൽ നമ്മളതങ്ങ് ചെയ്തേക്കണം. മോട്ടിവേഷൻ ഇല്ലെങ്കിലും കണ്ടിന്യൂ ചെയ്യുക, അതാണ് ഡിസിപ്ലിൻ. അതായത് ഇടയ്ക്ക് മുടക്കം വരുത്താൻ പാടില്ല. എന്തൊക്കെ വന്നു എന്ന് പറഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി നമ്മളങ്ങ് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഡിസിപ്ലിൻ എന്താണെന്ന്. ഇനി അത് ഫെയിലാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, ഇത് കാരണമാകും. അതുപോലെ പെർഫെക്ഷൻ വേണം എന്ന് നമ്മൾ അങ്ങനെ വാശി പിടിക്കാൻ പാടില്ല. തുടക്കമല്ലേ, മെല്ലെ 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 ചെയ്തു പോയാൽ മതി, അത് ഓട്ടോമാറ്റിക്കലി പിന്നെ റെഡി ആയിക്കോളും. അതുപോലെ മോട്ടിവേഷൻ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു കാര്യം ഇന്ന ഡേറ്റിൽ ഞാൻ ചെയ്യും, ഇന്ന സമയത്ത് ചെയ്യും, അങ്ങനത്തെ ഒരു നീട്ടിവെക്കലും വേണ്ട. കറക്റ്റ് സമയത്ത് ഇപ്പോൾ തോന്നുന്നുണ്ടോ, ഇപ്പോൾ അങ്ങ് തുടങ്ങിയേക്കുക, നാളത്തേക്ക് മാറ്റി വെക്കരുത്. അങ്ങനെ വെക്കുമ്പോഴാണ് നമ്മുടെ പല കാര്യങ്ങളും ഇങ്ങനെ നീണ്ടു പോകുന്നത്. അതുപോലെ തന്നെ ഒരു റൊട്ടീൻ ഇല്ലാത്ത ജീവിതം നമുക്ക് ഉള്ളപ്പോഴാണ് ഈ ഡിസിപ്ലിൻഡ് ലൈഫ് ഇല്ലാതെ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റൊട്ടീൻ ഉണ്ടാക്കുക, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഇത് വരും, നന്നായി ഇങ്ങനെയൊക്കെ ചെയ്യണം, അതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ആക്കണം, അങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് വരും. അതാണ് ആദ്യം വേണ്ടത്. അതുപോലെ തന്നെ ഡിസിപ്ലിൻ മോട്ടിവേഷനിൽ ഡിപ്പെൻഡ് ചെയ്യാനൊന്നും പാടില്ല. എത്ര മോട്ടിവേഷൻ ഇല്ലെങ്കിലും ഒരു മൂഡില്ലാത്ത ദിവസമാണെങ്കിലും ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തിരിക്കണം. ചിലപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലായിരിക്കും, അത് പക്ഷേ സാരമില്ല, ടോട്ടലി സ്റ്റോപ്പ് ചെയ്ത് കളയരുത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റൊട്ടീനെ ഡിപ്പെൻഡ് ചെയ്താണുള്ളത്. നമ്മുടെ മാനസികാവസ്ഥ ഇന്ന ഒരു മാനസികാവസ്ഥ, ഇന്ന് ഞാൻ മൂടില്ല, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് വിഷമമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയരുത്. അങ്ങനെ ചെയ്യരുത്. എന്ത് ചെയ്യണം, ഇന്ന് എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഇന്ന് മൂടില്ല അല്ലെങ്കിൽ ഇന്ന് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങളത് ചെയ്തിരിക്കണം. അപ്പം സ്റ്റോപ്പായി പോകുന്നില്ല, നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് അല്ലേ, അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് കേട്ടോ. പിന്നെ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാനുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാം ഒറ്റയടിക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കരുത്. പകരം നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ ഹാബിറ്റ്സ് കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന ആൾക്കാർ ഇതുപോലെ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അലാറമൊക്കെ സെറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പം 7 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾക്കാർക്ക് ഒറ്റയടിക്ക് 5 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ? പറ്റിയേല. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 7 മണിക്ക് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ഒരു 10 മിനിറ്റ് നേരത്തെ അലാറം വെച്ച് ഒരു 6:50 എഴുന്നേൽക്കുക. പിന്നെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഒരു 6:30 എഴുന്നേൽക്കുക. പിന്നെ ഒരു 6 മണിക്ക്, അത് പിന്നെ 5:30, 5, അങ്ങനെ സമയം ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് കറക്റ്റ് 5 മണിക്ക് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ 10 മിനിറ്റ്, അത് 15 മിനിറ്റ്, പിന്നെ അത് 20 മിനിറ്റ്, അങ്ങനെ കൂട്ടിക്കൊണ്ടാണ് 30 മിനിറ്റിലേക്ക് കൊണ്ടുവരേണ്ടത്. അതുപോലെ നമ്മൾ ചെറിയ ചെറിയ ഹാബിറ്റ്സുകളൊക്കെ കൺസിസ്റ്റൻസിയോടുകൂടി ചെയ്യുമ്പോഴാണ് ഡിസിപ്ലിൻ ഉണ്ടാകുന്നത്. അതിപ്പോൾ ഇന്ന് 5 മിനിറ്റ് ചെയ്തു, നാളെ 10 മിനിറ്റ് ചെയ്തു, പിന്നെ നാളത്തെ കഴിഞ്ഞ് സ്കിപ്പ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ നടക്കുമോ പരിപാടി? നടക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇന്ന് 5 മിനിറ്റ്, നാളെ 5 മിനിറ്റ്, നാളെ കഴിഞ്ഞു 5 മിനിറ്റ്, അങ്ങനെ ഒരു 3-4 ദിവസം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളത് 10 മിനിറ്റിലേക്ക് കൊണ്ടുവരിക.
അപ്പോഴാണ് നമുക്കിതൊരു ഡിസിപ്ലിൻഡ് ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. പിന്നെ മോർണിംഗ് റൊട്ടീനും ഡിസിപ്ലിനും അത് നമുക്ക് നോക്കിയാലോ. നമ്മുടെ രാവിലെകളൊക്കെ എങ്ങനെയാണ് തുടങ്ങുന്നത്, അത് തന്നെയാണ് നമ്മുടെ ദിവസം ഡിസൈഡ് ചെയ്യുന്നതും. പലപ്പോഴും എല്ലാവരും ചെയ്യുന്നത് എഴുന്നേൽക്കുന്ന പാടെ ആ ഫോണിങ് എടുക്കും, എന്നിട്ട് സ്ക്രോൾ ചെയ്ത് പോകും അല്ലേ. അങ്ങനെ ചെയ്യരുത്. മൊബൈൽ എടുത്ത് സ്ക്രോൾ ചെയ്യാതെ 5 മിനിറ്റ് സൈലൻ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ഒരു ദിവസം ഒരു ഡേയെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സെറ്റ് ചെയ്യുക. അതായത് ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് ഒരു സിമ്പിളായിട്ടുള്ള അഫർമേഷൻസ് നമുക്ക് പറയാം. ഇപ്പം നമുക്കിങ്ങനെ പറയാം, ഇന്ന് ഞാൻ വളരെ കൺട്രോളിലാണ്, എൻ്റെ സമയം, എൻ്റെ എനർജി അതൊക്കെ ഞാൻ ചൂസ് ചെയ്യുന്നു, ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്, ഇന്ന് ഞാൻ വളരെ ശാന്തതയിലാണ്. അങ്ങനെയൊക്കെ നമ്മളോട് തന്നെ അഫർമേഷൻ പറഞ്ഞിട്ടൊക്കെ ദിവസം തുടങ്ങുവാണെങ്കിൽ ഉണ്ടല്ലോ, വളരെ പവർഫുള്ളാണ് കേട്ടോ. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ. കുറച്ച് ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ലേസിനെസ്സും അതുപോലെ പ്രൊക്രാസ്റ്റിനേഷനൊക്കെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം. നമുക്ക് ഈ മടി ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇന്ന് വേണ്ട എന്ന് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യരുത്. പകരം എന്ത് ചെയ്യണം, ഒരു 5 മിനിറ്റ് നമുക്കത് ചെയ്യണം. ഇന്ന് ചെയ്യണ്ട എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു 5 മിനിറ്റ്, എല്ലാ ദിവസവും അരമണിക്കൂർ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഒരു 5 മിനിറ്റ് അങ്ങ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതങ്ങ് അപ്പം തന്നെ അങ്ങ് ചെയ്തേക്കുക. കാരണം എന്നാന്ന് ചോദിച്ചാൽ, പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനാണ് നമുക്ക് ഡിഫിക്കൽട്ട് അല്ലേ. ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റാണോ 10 മിനിറ്റാണോ നമ്മൾ എത്ര സമയമായി ചെയ്യുന്നു എന്ന് ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. അതാണ് പറഞ്ഞത്, സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് ഡിഫിക്കൽട്ട്, കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഡിസിപ്ലിൻ ആക്ഷനിൽ നിന്നാണ് വരുന്നത്. അത് നമ്മുടെ ആ തിങ്കിങ്ങിലോ നമ്മുടെ ചിന്തകളിൽ നിന്നല്ല വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ. അടുത്തതാണ് സെൽഫ് റെസ്പെക്റ്റ്. നമ്മൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ സെൽഫ് റെസ്പെക്റ്റ് കുറയും. ഡിസിപ്ലിൻ പാലിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും, സെൽഫ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യും, അതുപോലെ തന്നെ ലൈഫ് സ്ലോലി ചേഞ്ച് ആകും. ഒരുപാട് നല്ല കാര്യമുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മളോട് കാണിക്കുന്ന സെൽഫ് റെസ്പെക്റ്റ് കൂടിയാണ് നമ്മൾ ഈ ഡിസിപ്ലിൻ പാലിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഡിസിപ്ലിൻ ബ്രേക്ക് ആയാൽ എന്താണ് ചെയ്യേണ്ടത്. ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യം അടുത്ത ദിവസം ചെയ്യാൻ വേണ്ടി ഫെയിലായിപ്പോയി, അയ്യോ എല്ലാം പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കരുത്. അപ്പോൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് അയ്യോ അത് എന്നാ പറയണ്ടേ, അത് പോയല്ലോ, ഇനി അത് എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്താൽ ശരിയാകുമോ, അല്ലെങ്കിൽ ഇതെന്തായിരുന്നു കഷ്ടമായി പോയല്ലോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് നമ്മളോടൊരു നാണക്കേടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുവോ നമ്മളോടൊരു ദേഷ്യമോ അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഡിസിപ്ലിൻ അത് വേണമെന്ന് പറയുമ്പം അത് പെർഫെക്റ്റ് ആയിട്ടൊന്നും വേണ്ട. തുടക്കക്കാരല്ലേ, പെർഫെക്ഷനൊന്നും ആവശ്യമില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ആ ട്രാക്കിൽ നിന്ന് പുറത്ത് പോയാൽ അത് റിട്ടേൺ ചെയ്യാനുള്ളൊരു കറേജ് മതി നമുക്ക്. അപ്പം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നമ്മൾ പുറത്ത് കിടക്കുകയാണെങ്കിൽ സെക്കൻഡ് തന്നെ നമുക്ക് തിരിച്ച് കയറി വരണം. അവിടെയാണ് നമ്മുടെ ആ ഒരു പവർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഡിസിപ്ലിൻ നിറഞ്ഞ ജീവിതം സ്ട്രെസ്സ് നിറഞ്ഞതൊന്നുമല്ല, ഇത് വളരെ ഫ്രീഡം നിറഞ്ഞതാണ്. നിങ്ങളുടെ ജീവിതം കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്ന നിമിഷം ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കലി വരും. ഇന്ന് ചെറിയൊരു ഹാബിറ്റ് കൊണ്ടുള്ള തുടക്കമാണ്, അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൻ്റെ അല്ലെങ്കിൽ ലൈഫ് ചേഞ്ചസിൻ്റെ തുടക്കം. അപ്പം ഡിസിപ്ലിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒരു ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്ബൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ. ആ ബെല്ലൈക്കണിലൊന്ന് അമർത്തുകയൊക്കെ ചെയ്യണം, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് ആ കറക്റ്റ് സമയത്തേക്ക് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിലൊരു വലിയ മാറ്റമൊക്കെ വേണ്ടേ, അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിടുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ, ടേക്ക് കെയർ.